വനിതാ ദിനത്തിൽ ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മഹിളാ മോർച്ച. പത്തനംതിട്ടയിൽ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. കൊട്ടാരക്കരയിൽ ധനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങൾ നൽകാനായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ മുരളി, വനിതാ ദിനത്തിൽ തന്നെ ഇത്രയേറെ കുട്ടിഘോഷിക്കുന്ന വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം എന്ന് പറയുന്ന ആ ദിവസം തന്നെയാണ് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കലിൽ ആശാവർക്കർമാർ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നതുമായി ബന്ധപ്പെട്ട സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നേടിക്കൊടുക്കണം എന്ന രീതിയിൽ മുന്നിട്ടുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ സിവിൽ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ മാർച്ച് നടക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ മിഥുൻ? അഞ്ജന, 27 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ഓണറേറിയം വർദ്ധിപ്പിക്കണം, അടിസ്ഥാന ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കണം, തൊഴിലിന് അനുകൂലമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തികച്ചും ന്യായമായിട്ടുള്ള സമരം നടത്തിവരുന്ന ആശാപ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്തനംതിട്ടയിലും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നത്. അബാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ ഒട്ടനവധി മഹിളാ മോർച്ച പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം നിരവധിയായിട്ടുള്ള BJP പ്രവർത്തകർക്കും ഈ മാർച്ചിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നഗരത്തിൽ കൂടി പ്രകടനമായി എത്തി നഗരം ചുറ്റി ഇപ്പോൾ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രകടനം അവസാനിച്ചിരിക്കുകയാണ്. സിവിൽ സ്റ്റേഷന് ഗേറ്റിന് അപ്പുറത്തേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് തടഞ്ഞു. പിന്നീട് ഇപ്പോൾ ഈ സിവിൽ സ്റ്റേഷന് മുന്നിൽ യോഗം ചേരുകയാണ്. തികച്ചും ന്യായമായിട്ടുള്ള സമരം നടത്തുന്ന ഈ ആശാപ്രവർത്തകർ നടത്തുന്ന ഈ സമരം അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യങ്ങൾ, ന്യായമായ കാര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുമ്പോൾ അതിന് പ്രതികൂലമായിട്ടുള്ള നടപടികൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ആശാപ്രവർത്തകർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആശാപ്രവർത്തകരുടെ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനം ഈ വനിതാ ദിനത്തിൽ തന്നെ മുഴുവൻ മഹിളാ മോർച്ച പ്രവർത്തകരെയും മഹിളാ മോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തുമ്പോൾ അത് ഈ വനിതകൾക്ക് ഈ സംസ്ഥാന സർക്കാരിന് കീഴിൽ ദുരിതങ്ങൾ നേരിടുന്ന, പ്രശ്നങ്ങൾ നേരിടുന്ന വനിതകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രകടനമായിട്ട് പൂർണ്ണ ഐക്യദാർഢ്യം നൽകുന്ന ഒരു പ്രകടനമായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഇവിടെ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. യോഗ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. മഹിളാ മോർച്ചയുടെ സംഘടനയും നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ബഹുമാന്യനായ ദേശീയ സമിതി അംഗം ശ്രീ വിക്ടർ തോമസ് അവർ, അദ്ദേഹത്തെയും ഏറെ ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ബഹുമാന്യനായ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പ്രദീപ് ഐരോജിയാണ്. അദ്ദേഹത്തെയും ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ ശ്രീ ബിനുമോൻ അവറുകളാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ഏറെ ബഹുമാന്യരും അതുപോലെ തന്നെ വിവിധ ചുമതലകൾ വഹിക്കുന്നതുമായ ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ ചന്ദ്രലേഖ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. പരിപാടിയുടെ ഉദ്ഘാടകൻ പാർട്ടി ദേശീയ കൗൺസിൽ അംഗം ശ്രീ വിക്ടർ ടി തോമസ് അവർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ അയ്യൂർ പ്രദീപ്, അഡ്വക്കേറ്റ് കെ ബിനുമോൻ, ജില്ലാ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ അജിത് പുല്ലാട്, പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ MS അനിൽ അവർ, ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമതി ബിന്ദു പ്രകാശ്, ശ്രീമതി മീന നായർ, ഉപാധ്യക്ഷ ശ്രീ കെ ബിന്ദു,
പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ കുസന്നുകുമാർ കുറ്റൂർ, അതേപോലെ ഷൈൻജി കുറുപ്പ്, പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീമതി ഐശ്വര്യ ജയചന്ദ്രൻ, മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ ശ്രീമതി ചന്ദ്രലേഖ, കിസാൻ മോർച്ചയുടെ അധ്യക്ഷൻ ശ്രീ വിജയകുമാർ, യുവമോർച്ച അധ്യക്ഷൻ ശ്രീ നിതിൻ ശിവ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മണ്ഡലത്തിൻ്റെ ചുമതലപ്പെട്ടവർ, മറ്റ് മോർച്ച ഭാരവാഹികൾ, മഹിളാ പ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ ലോക വനിതാ ദിനമായിട്ടുള്ള ഇന്ന് കേരളത്തിലെ 29 സംഘടനാ ജില്ലകളിലും ഇതേപോലെയുള്ള വനിതാ മാർച്ച് നാം നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് നടയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ആശാപ്രവർത്തകർ നടത്തുന്ന ധർമ്മസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതേപോലെയുള്ള മഹിളാ മാർച്ച് നാം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നടക്കുന്ന സമരത്തെ അധിക്ഷേപിക്കുന്ന സമീപനമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPM-ന്റെയും CITU-വിന്റെയും നേതാക്കന്മാർ ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തെ അവഹേളിക്കുന്ന നിലപാടുകളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് CPM-ന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കണ്ടാൽ നമുക്കറിയാം എങ്ങനെയെങ്കിലും ഈ സമരത്തെ അവഹേളിച്ച് അമ്മമാരെ, ആശാപ്രവർത്തകന്മാരെ മോശക്കാരാകുന്ന സമീപനമാണ് ഇവിടെ ഇടതുപക്ഷ ബുദ്ധിജീവികളടക്കമുള്ളവര് ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാ വർക്കർമാർ അവരുടെ വേതനം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 6 മാസമായിട്ട് അവർക്ക് വേതനം കൊടുക്കാൻ കഴിയില്ലാത്ത, നട്ടലില്ലാത്ത പിണറായി വിജയനെതിരെയാണ് ഈ നേതാക്കന്മാർ ഇതേപോലെയുള്ള പ്രസ്താവനകൾ നടത്തേണ്ടത്. പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, അവരുടെ അന്നത്തിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമരപ്പന്തൽ പൊളിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ഉപയോഗിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോരിച്ചൊരിയുന്ന മഴയത്ത് ആ പാവപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ ആ മഴയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഇവിടെ പ്രാബല്യ ഭരണമാണ് പിണറായി വിജയൻ എന്ന ഹിറ്റ്ലറുടെ നേതൃത്വത്തില് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമരത്തെ പൊളിക്കാൻ ശ്രമിക്കുന്നു. സമരപ്പന്തൽ സന്ദർശിച്ച കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തില് കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത, സമാനതകളില്ലാത്ത രീതിയിലാണ് ആ സമരത്തെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, കഴിഞ്ഞ നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖം വന്ന, നമുക്കറിയാം, കോവിഡ് വന്ന സമയം ഉൾപ്പെടെ നമ്മളെ സഹായിച്ചവരാണ്, നമ്മളെ പരിചരിച്ചതാണ് ഇവിടുത്തെ ആശാ വർക്കർമാർ. കേരളം പനിച്ചു കിടക്കുമ്പോൾ, കേരളം കോവിഡ് ബാധിച്ചു കിടക്കുമ്പോൾ, കേരളം ദുഃഖത്തിൽ കിടക്കുമ്പോൾ ഒന്നും നോക്കാതെ, സ്വന്തം ജീവൻ പോലും നോക്കാതെ അവിടെ ഓടിയെത്തി അവരെ പരിചരിച്ച, നമ്മളെ പരിചരിച്ച ആശാ വർക്കർമാർക്ക് അവരുടെ വേതനം കിട്ടുന്നതിന് വേണ്ടി അവർ സമരം ചെയ്തപ്പോൾ അതിനെ ആക്ഷേപിക്കാനും ആ സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവർക്ക് കിട്ടുന്ന വേതനം അതുപോലും കൊടുക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കുന്നില്ല. ഇവിടെ PSC അംഗങ്ങൾ ഉൾപ്പെടെ, PSC ചെയർമാൻ ഉൾപ്പെടെ എല്ലാ മാസവും ഇവിടെ ശമ്പളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ CPM-ന്റെ ഗുണ്ടകളായിട്ടുള്ള, CPM-ന് കൊടിപിടിക്കുന്നവർ PSC അംഗങ്ങളായിട്ട് വരുമ്പോൾ അവർക്ക് മാസാമാസം ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കാൻ, സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കാൻ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കാൻ, അവർക്ക് അലവൻസ് കൊടുക്കാൻ, അവർക്ക് വാഹനം വാങ്ങാൻ, അവരുടെ സെക്രട്ടറിമാർക്ക് ശമ്പളം കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത പിണറായി വിജയനാണ്
ഒരു മാസം അതുകൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട ആശാ വർക്കർമാരുടെ ശമ്പളം പോലും കൊടുക്കാത്ത സമീപനമെന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, കേന്ദ്ര സർക്കാർ ആവശ്യത്തിന് പണം കൊടുത്തിട്ടും പിണറായി വിജയനും നമ്മുടെ ജില്ലയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ മണ്ഡലത്തിലെ MLA കൂടിയായിട്ടുള്ള ശ്രീമതി വീണ ജോർജ് കഴിഞ്ഞ ദിവസവും കള്ളപ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. അവർ പറയുകയുണ്ടായി, കേന്ദ്രം പണം കൊടുക്കാത്ത കൊണ്ടാണ് ഇവിടെ ആരോഗ്യ പ്രവർത്തകർക്ക് പണം കൊടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. 2024-25 വർഷം 918.50 കോടി രൂപ കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാന ഗവൺമെന്റിന് ആശാ വർക്കർമാർക്ക് വേണ്ടി കൊടുക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതിനുശേഷം ഫെബ്രുവരി മാസം 12-ാം തീയതി ഒരു 120 കോടി രൂപയും കൂടി അധികമായിട്ട് സംസ്ഥാനത്തിന് കൊടുത്തിട്ടും ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു കേന്ദ്ര സർക്കാർ പണം കൊടുക്കുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, CPM-ലെ നേതാക്കന്മാരടക്കം ഇവിടുത്തെ NK പ്രേമചന്ദ്രനടക്കം പാർലമെന്റിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ ജഗപ്രകാശ് നഡ്ഡാജി അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഉത്തരം കേരളത്തിന് കൊടുക്കേണ്ട മുഴുവൻ പണവും കൊടുത്തു നൽകി എന്നുള്ളതാണ്. അതുകൂടാതെ അധികമായിട്ട് 120 കോടി രൂപയും നൽകിയിട്ടും ഇവിടുത്തെ മാർക്സിസ്റ്റുകാരൻ കള്ളപ്രചരണം നടത്തുന്നു. ഇതാ കേന്ദ്ര സർക്കാർ പണം കൊടുക്കുന്നില്ല എന്നുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ആശാ വർക്കർമാർക്ക് ഏറ്റവും കുറവ് വേതനം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മളെക്കാൾ വളരെ ചെറുതായിട്ടുള്ള, നമ്മളെക്കാൾ പണം കുറവായിട്ടുള്ള സിക്കിമിലടക്കം ആശാ വർക്കർമാർക്ക് മാന്യമായിട്ടുള്ള വേതനം കൊടുക്കുമ്പോൾ കേരളത്തിലെ ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ട പണം പോലും കൊടുക്കാൻ നട്ടലില്ലാത്ത പിണറായി വിജയനും വീണ ജോർജുമാണ് ഈ ആശാ വർക്കർമാരെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ധാരാളം പണം കേന്ദ്ര സർക്കാർ കൊടുത്തു. 1 രൂപ പോലും കുടിശ്ശികയില്ലാതെ എല്ലാ പണവും നൽകി. അധികമായിട്ട് ധാരാളം 120 കോടി രൂപ അധികമായിട്ട് നൽകിയിട്ടും പിണറായി വിജയനും വീണ ജോർജും പറയുന്നു പണം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല എന്നുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട്, കേരളത്തിന്റെ ഖജനാവ് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ഒരാളിനെ കേന്ദ്രത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള MP ആയിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള KV തോമസ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ പണം വാങ്ങിച്ച് സുഭിക്ഷമായിട്ട് ജീവിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ട് കേന്ദ്ര സർക്കാരിനെ കാണാനാണെന്ന് പറഞ്ഞ് പോയി നിർമ്മല സീതാരാമനെ സന്ദർശിക്കുകയുണ്ടായി. അന്നേരം അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി പോലും പറയാൻ സാധിക്കാതിരുന്ന കേരള സർക്കാരിന്റെ പ്രതിനിധിയാണ് ശ്രീമാൻ KV തോമസ്. അദ്ദേഹം കേരളത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന വനിതാ ദിനത്തിൽ ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മഹിളാ മോർച്ച പത്തനംതിട്ടയിൽ സിവിൽ സ്റ്റേഷനിലേക്കും മാർച്ച് നടത്തുന്നു. ഒപ്പം തന്നെ കൊട്ടാരക്കരയിൽ ധനമന്ത്രിയുടെ ഓഫീസിലേക്കും മാർച്ച് നടക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നതിൽ. വിവരങ്ങൾ നൽകാനായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ വനിതാ ദിനത്തിലും വനിതകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഓണറേറിയം തുടങ്ങിയ ആവശ്യങ്ങളിലേക്ക് അവർ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. വേണ്ട രീതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആനുകൂല്യങ്ങളോ അവരുമായി അവരുടെ ആവശ്യം എന്തെന്നറിഞ്ഞ് ഒന്ന് പ്രവർത്തിക്കാൻ പോലും, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംസാരത്തിന് പോലും സർക്കാർ തയ്യാറാകുന്നില്ല. ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മനോജ്, എന്തൊക്കെയാണ് കൂടുതലുള്ള വിശദാംശങ്ങൾ? നേതൃത്വത്തിൽ ഇപ്പോൾ മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് ഈ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇത്തരത്തിൽ മഹിളകളെ അണിനിരത്തി തന്നെ BJP ഇത്തരത്തിൽ മഹിളാ മോർച്ചയുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ഒരു സമരം ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ നിരവധി മഹിളാ പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച ഈ സമരം, ഈ പ്രതിഷേധം തടയുന്ന ഒരു സാഹചര്യമാണ്. ഇവിടേക്ക് എത്തിയ വനിതാ നേതാക്കൾ ഇപ്പോൾ ഈ ബാരിക്കേഡിന് അരികിലേക്ക് എത്തുകയും ഇപ്പോൾ പോലീസ് തടയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ഒരു സമരത്തിന് നിരവധി വനിതകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന്, നിരവധിയായി തന്നെ വനിതകൾ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും
വനിതകൾ ഇങ്ങോട്ടേക്ക് എത്തിയെന്നുള്ളതാണ്. കാരണം കുറേയധികം ദിവസങ്ങളായി തന്നെ മഴയത്തും വെയിലത്തും ഈ ആശാ വർക്കർമാർ ഈ സമരം നടത്തുന്നു. അതിനെ സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ അവഹേളിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് ഐക്യദാർഢ്യവുമായി BJPയുടെ നേതൃത്വത്തിൽ മഹിളകൾ തന്നെ ഇന്ന് ഈ സമരത്തിനായി ഈ ഐക്യദാർഢ്യവുമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മന്ത്രി KN ഗോപാലിന്റെ ക്യാമ്പ് ഓഫീസിലേക്കാണ് ഈ സമരം. മന്ത്രി ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിലാണെങ്കിലും ഈ ക്യാമ്പ് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ ഒന്നാകെ തന്നെ മഹിളാ പ്രവർത്തകർ ഒന്നാകെ തന്നെ എത്തിയിരിക്കുകയാണ്. പോലീസ് ഈ സമരത്തെ തടയുന്നുണ്ട്. എന്തായാലും ബാരിക്കേഡ് മറിക്കുവാൻ അല്ലെങ്കിൽ മറിച്ച് അങ്ങോട്ടേക്ക് കടക്കുവാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഈ സമരം എല്ലാ ജില്ലയിലും തന്നെ ഇത്തരത്തിൽ ശക്തിയോടുകൂടി നടത്തുവാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. കാരണം ഈ ദിവസങ്ങളായുള്ള ഈ ആശാ വർക്കർമാരുടെ സമരത്തെ ഇങ്ങനെ അവഗണിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. അതിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ അങ്ങനെയുള്ള ശ്രമം പാഴായപ്പോഴാണ് പിന്നീട് അവഹേളിച്ചുകൊണ്ട് ഈ സമരത്തേക്ക് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്. എന്തായാലും ആശാ വർക്കർമാർ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവരുടെ വേതന വർധനവിലും അതോടൊപ്പം തന്നെ അവധിയില്ലാതെ ഇത്തരത്തിൽ ഓരോ വീടുകളും കയറിയിറങ്ങി അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ജോലിയെല്ലാം പൂർത്തിയാക്കിയ ശേഷം ആശുപത്രിയിൽ പോലും അവഗണന നേരിടേണ്ടി വരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അവഗണന നേരിടേണ്ടി വരുന്നു. അത്തരത്തിൽ മന്ത്രിമാരും അതോടൊപ്പം തന്നെ CPM നേതാക്കളും അടക്കം അവഹേളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് CPM നേതാവ് CITU നേതാവ് കൂടിയായിട്ടുള്ള എളമരം കരീം ഉൾപ്പെടെ ഈ സമരത്തെ അവഹേളിക്കുന്നത് നമ്മൾ കേട്ടതാണ്. കാരണം അതിനു പിന്നിൽ ഒരു ഈർക്കിലി സംഘടനയാണ് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു മന്ത്രിമാരുടെയൊക്കെ അല്ലെങ്കിൽ CPM നേതാക്കളുടെയൊക്കെ പ്രതികരണം. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി സംസ്ഥാന സർക്കാരിന്റെ അവഗണന ഏറ്റുവാങ്ങിയാണ് ഈ സമരം തുടരുന്നത്. പല പ്രാവശ്യം ഈ സമരത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഈ സമരത്തെ ഇത്തരത്തിൽ അവഹേളിക്കാൻ വനിതാ ദിനത്തിൽ ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ചയും ഒപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ധനമന്ത്രിയുടെ ഓഫീസിലേക്കുമുള്ള മാർച്ചിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.